ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് രാവിലെ ഏറ്റിട്ട് ഇന്നത്തെ അജണ്ടയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു പ്ലാൻ വന്നത്. അപ്പോൾ തന്നെ ഫോൺ എടുത്തു. രാവിലെ തന്നെ എൻ്റെ സ്വന്തം മമ്മീനെ വിളിച്ച് ഏൽപ്പിച്ചു. പിന്നെ എൻ്റെ ഒരു കസിനായ ജോസിനെ വിളിച്ച് ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒരു സ്ഥലത്ത് പോയി കേട്ടോ. അതെവിടെയാണെന്നല്ലേ ഇപ്പം മനസ്സിലായി കാണുമല്ലോ, ഷൂട്ടേഴ്സ് വേൾഡ്. അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എവിടെയെങ്കിലും ഒരു നല്ല ഷൂട്ടിംഗ് റേഞ്ചിൽ പോയി 1-2 പ്രാവശ്യം വെടിവെക്കണമെന്ന്. അങ്ങനെ ഹൈസ്കൂളിലും മിഡിൽ സ്കൂളിലുമൊക്കെ ഞാൻ മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യയിൽ പഠിച്ചപ്പോൾ തന്നെ എനിക്ക് റൈഫിൾ ക്ലബ്ബിൽ ഞാൻ മെമ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നിട്ടേയില്ല. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ മമ്മിയും ജോസിനെയും കൂടി ഇവിടെ വന്നു. ആദ്യമേ ഈ ഷൂട്ടേഴ്സ് വേൾഡിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ജയലക്ഷ്മിയിലേക്കൊക്കെ കയറുന്ന പോലെ ഭയങ്കര വിശാലമായ ഷോറും. അങ്ങനെ ഞങ്ങൾ അകത്തൂടെ കുറേ കറങ്ങിയൊക്കെ നടന്നു. അകത്ത് കയറിയപ്പോഴാണ് എന്തോരു തരം തോക്കുകളാണ്, എന്തോരം സ്റ്റൈല്, ലുക്ക്, ഓരോന്നിനും പർപ്പസ്. അങ്ങനെ കൂടുതൽ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. സാധനം കിട്ടിയാൽ വെടിവെക്കണം എന്ന് മാത്രമുള്ള ഉദ്ദേശമുള്ളൂ നമുക്ക്. എന്തായാലും ആദ്യമേ കുറേ ഇങ്ങനെ ചുറ്റി നടന്നെല്ലാം കണ്ടു. ഭയങ്കര രസമായിരുന്നു. എല്ലാം നമുക്ക് എടുത്തൊക്കെ നോക്കാം. ഇത്രയും വെറൈറ്റി ഓഫ് ഗൺസ് ഉണ്ടെന്ന് ഒരു പിടിയില്ലായിരുന്നു. അതുപോലെ ഇതിൻ്റെ എല്ലാം വിലകൾ, അതിൻ്റെ എല്ലാം പല മോഡൽസ്. നമുക്ക് ഇത് കണ്ട വലിയ വ്യത്യാസം തോന്നുന്നില്ല, പക്ഷേ അറിയാവുന്നവർക്ക് അറിയാം. കണ്ടോ, ഞങ്ങളുടെ ജോസിനെ വെടിവെക്കാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ ഉണ്ടയില്ല അതിൻ്റെ അകത്ത് കേട്ടോ. എന്തായാലും ഞങ്ങൾ അങ്ങനെ കുറേ റൈഫിൾസ് കണ്ടു, പിസ്റ്റൾസ് കണ്ടു. പിന്നെ ഇതിൻ്റെ വെയിറ്റ്, നമ്മളിങ്ങനെ മൂവിക്കകത്തൊക്കെ പൃഥ്വിരാജും മോഹൻലാലൊക്കെ കച്ച എന്ന് വെടിവെക്കുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ്. പക്ഷേ ഇതിനെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ ഓടി നടന്ന് കുറേ നേരം അങ്ങനെ എല്ലാം എടുത്തും പെറുക്കിയൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ പലരും അവിടെ ഈ ഷൂട്ടിംഗ് റേഞ്ചിൽ വരുന്നത് വലിയ അവരുടെ ബാഗിൽ ഗണ്ണൊക്കെ ആയിട്ടാട്ടോ. എൻ്റെ മുന്നിൽ പോകുന്ന ചേട്ടനെ കണ്ടോ. അങ്ങനെ വലിയ ഗൺസൊക്കെ ആയിട്ട് ഞങ്ങൾ മാത്രം കൈയും വീശി, ഗണ്ണുമില്ല, ഉണ്ടേയില്ല. എന്തായാലും ആദ്യമേ നമ്മൾ ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കൊരു വീഡിയോ കണ്ട് നമ്മൾ വേവർ നമ്മൾ സൈൻ ചെയ്യണം. നമ്മളിത് കണ്ടു, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു എന്ന്. എന്നിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് പോയി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് അവർ ഗോഗിൾസ് തരും. പിന്നെ ഈ ഹെഡ്ഫോൺ പീസ്, പിന്നെ ഇയർ പ്ലഗ്സ്, ഈ 3 സാധനം മാൻഡറ്റോറി. അത് വെക്കാതെ അകത്തേക്ക് കയറ്റത്തേ ഇല്ല കേട്ടോ അവർ. പിന്നെ നമുക്ക് ഏത് ഗണ്ണാണ് വേണ്ടതെന്ന് നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാം. ഞങ്ങൾ പിക്ക് ചെയ്ത് ഗ്ലോക്കിൻ്റെ 5mm ബുള്ളറ്റ് ഇടുന്ന ഗണ്ണാണ്. ആദ്യമേ മാഗസിനൊന്നും ലോഡ് ചെയ്യാൻ നമുക്കറിയില്ലായിരുന്നു കേട്ടോ, ബുള്ളറ്റ് ഇട്ട്. എന്നിട്ട് അവർ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ലോഡൊക്കെ ചെയ്ത് പഠിച്ചു. പിന്നെ ഞങ്ങൾ കച്ചാന്ന് കുറേ വെടിയൊക്കെ വെച്ചു. അങ്ങനെ വലിയ തരക്കേടില്ലാതെ ഞാൻ ഒപ്പിച്ചു കേട്ടോ. കുറേ തലക്കിട്ട് തന്നെ കൊടുത്തു നോക്കി. കണ്ടപ്പോൾ മമ്മി പറഞ്ഞു, അതിൻ്റെ തല തല്ലി പൊട്ടിച്ചല്ലോ എന്ന്. അടുത്ത മമ്മിയുടെ ടേണായിരുന്നു കേട്ടോ. അപ്പം മമ്മിയുടെ 5mm ബുള്ളറ്റ്സ് എടുത്തിട്ട് മമ്മി മാഗ് ലോഡ് ചെയ്ത് മമ്മിയും അങ്ങനെ കുറേ പ്രാവശ്യം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പം ജോസിനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ടേൺസ് എടുത്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പോയി നമുക്ക് ഗണ്ണൊന്ന് മാറി പിടിക്കാം. അങ്ങനെ ഞങ്ങൾ വേറൊരു ഗണ്ണ്, ഗ്ലോക്കിൻ്റെ തന്നെയാണ്, പക്ഷേ വേറെ ഗണ്ണാണ്. ഇതിൻ്റെ അകത്ത് 5mm ബുള്ളറ്റ്സ് ഫിറ്റ് ചെയ്യത്തില്ല. അപ്പം ഞങ്ങൾ വേറെ ഒരു 25 ബുള്ളറ്റ്സിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു. അത് 9mm ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് ലോഡ് ചെയ്തു. അങ്ങനെ ഫുള്ളി ലോഡഡ് മാഗുമായിട്ട് ഞാൻ തന്നെ ആദ്യമേ തുടങ്ങാമെന്നും പറഞ്ഞ് ട്രൈ ചെയ്തു കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. കാരണം ഇതിന് അകത്ത് ലെൻസ് ഉണ്ട്. അപ്പോൾ ലെൻസോട് വെച്ചുകൊണ്ട് നല്ല ഇച്ചിരൂടെ നമുക്ക് ഉന്നമൊക്കെ പിടിക്കാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. ലെൻസോടെ ഉള്ളതുകൊണ്ട് ഒരു ബുള്ളറ്റ് പോലും പാഴാക്കാതെ ഞാൻ ഫുൾ തലക്കിട്ട് തന്നെ കൊടുത്തു. ആദ്യമൊക്കെ ഞങ്ങൾ ഗണ്ണ് ട്രൈ ചെയ്തപ്പം ബുള്ളറ്റ് ഇടും, അത് കഴിഞ്ഞ് മാഗ് ലോഡ് ചെയ്യും. അന്നേരത്തേക്കും ഇത് എവിടെയെങ്കിലും സ്റ്റക്കാവും. പിന്നെ ബുള്ളറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് പ്രാവശ്യം 2-3 പ്രാവശ്യം വിളിച്ചായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോൾ ഞങ്ങൾ പണി പഠിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഇനി വേണം പതുക്കെ ഹണ്ടിങ്ങിനൊക്കെ ഒന്ന് പോയി തുടങ്ങാം കേട്ടോ. അപ്പം സീ യു ലേറ്റർ. ഇനി അടുത്ത ദിവസം പിന്നെ താങ്ക് യു.